ഹലോ എവരിവൺ. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാനിന്ന് ബുക്കും കാണിച്ചിട്ടുണ്ട് ഫസ്റ്റ് തുടങ്ങിയാണ്. അപ്പോൾ വേറെ എന്തല്ല, ഇന്നെൻ്റെ സ്കൂൾ ലൈഫ് ലാസ്റ്റത്തെ ഒരു ഡേ ആണ്. സോ ഇന്നെൻ്റെ ഫൈനൽ എക്സാം ആണ്. സോ എക്കണോമിക്സ് ആണ് ഇന്നത്തെ എക്സാം. ഇങ്ങനെ ഒരു വ്ളോഗ് എടുക്കുമ്പോൾ സത്യം പറയാൻ നല്ല വിഷമമുണ്ട്. സോ എന്താ വെച്ചാൽ ഇന്ന് എൻ്റെ സ്കൂൾ തീരാൻ പോവാണ്. സ്കൂൾ ലൈഫ് എന്നിട്ടുള്ള ഒരു ലൈഫ് എനിക്ക് തീരാൻ പോവാണ്. ഞാനിപ്പോൾ കോളേജ് ഉണ്ടായില്ലേന്നൊന്നും എനിക്കറിയില്ല, ഇനി കോളേജിന് പോയില്ലേന്നൊന്നും എനിക്കറിയില്ല. ഇതുവരെ ഞാൻ അതിനെ കുറിച്ചിട്ടൊന്നും ഫിക്സ് ആക്കിയിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ ഇതെൻ്റെ സ്കൂൾ ലൈഫ് എന്ന് പറയുന്ന ഒരു ലാസ്റ്റ് ആയിട്ടാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഇൻഷാ അള്ളാ ബാക്കി ഞാൻ സ്കൂളിൽ പോയിട്ടുള്ള കാണിച്ചത്. ഇപ്പം ഞാനുള്ളത് ബസ് സ്റ്റോപ്പിലാണ്. സോ ബസ്സിന് വേണ്ടിയിട്ടുള്ള കട്ട വെയിറ്റിങ്ങിലാണ്. അപ്പോൾ 8:20 എൻ്റെ ബസ് എത്താറ് സാധാരണ. ഇപ്പോൾ 8:15 ബാക്കി ഇൻഷാ അള്ളാ സ്കൂളിൽ എത്തിയിട്ട്. അപ്പം ഞാനൊരു 9:10 ഞാൻ ഈ സ്കൂളിലേക്ക് എത്തിയായിരുന്നു. ലൈക്ക് 9:10, 9:15 ആ ഒരു സമയത്തിൻ്റെ ഇടയിലായിട്ടും ഞാൻ ഈ സ്കൂളിലേക്ക് എത്തി. സോ ആ ഒരു സമയത്ത് എല്ലാവരും ഈ സ്കൂളിലേക്ക് വരുന്നൊരു സമയമായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ എല്ലാവരും സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് നോക്കുന്ന തിരക്കായിരുന്നു. സോ ഞാനും എൻ്റെ സീറ്റ് നോക്കാൻ വേണ്ടി പോയി. അപ്പോൾ എനിക്ക് കിട്ടിയതെന്ന് പറഞ്ഞെങ്കിൽ എൻ്റെ പണ്ടത്തെ 8ാം ക്ലാസ്സിൻ്റെ നേരിപ്പിലുള്ള ഒരു ക്ലാസ്സാണ്. അതായത് ആ സമയത്ത് ബി ഉണ്ടായ ഒരു ഡിവിഷനിലായിരുന്നു. ആ സമയത്ത് ബി പറഞ്ഞ ഡിവിഷൻ ഉണ്ടായത് ആ ക്ലാസ്സിലായിരുന്നു. സോ ആ ഒരു ക്ലാസ്സാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഒരു 9:15 എക്സാമൊക്കെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ കൂളിംഗ് ടൈം അങ്ങനെ ഇങ്ങനെയായിട്ട് എക്സാമൊക്കെ കഴിഞ്ഞു. അപ്പോൾ എക്സാമിന് വന്ന ടീച്ചറാണ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. തിരിയാനും പറയാനും വേണ്ടിയിട്ട് സത്യം പറഞ്ഞാൽ അങ്ങമാതിരിയുള്ള ടീച്ചറാണ് വന്നത്. പിന്നീട് ഒരു 12:30 ആ ഒരു ടൈം ആകുമ്പോഴേക്ക് എക്സാം കഴിഞ്ഞ്. സോ എക്സാം കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എക്സാം കഴിഞ്ഞ ഉടനെ വീട്ടിലേക്ക് എത്തണം എന്നിട്ട് വിചാരിച്ച ഒരാളാണ് ഞാൻ. വേഗം എൻ്റെ വീട്ടിലേക്ക് പോകണമെന്ന്. സോ ആ ഒരു രീതിയിൽ തന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട്സും മുകളിലത്തെ നിലയിൽ നിന്ന് താഴത്തെ നിലയിലേക്ക് പോകുന്നൊരു വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. സോ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പോകുന്ന ഇടയിൽ നിന്ന് ഹയാൻ്റെ വക എനിക്കൊരു നല്ലൊരു ഏറ് കിട്ടി. അതായത് വേറെ എന്തല്ല, ഹോളി പൗഡറാണ് ഏറ് കിട്ടിയത്. അതിൻ്റെ ഇടയിൽ അബ്സാവും ഫിസാവും സങ്കട പറച്ചിലാണ്. സോ ഇതൊക്കെ ലാസ്റ്റിൽ എന്നെന്തും ഇല്ലല്ലോ എന്നല്ല പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് ഏറ് കിട്ടിയപ്പോൾ എനിക്ക് എൻ്റെ ഫ്രണ്ട്സിന് വിടാൻ മനസ്സ് വന്നില്ല. സോ ഞാനത് അബ്സാക്ക് കുറച്ച് പകർന്നു കൊടുത്തു. കൂട്ടത്തിൽ ഞാൻ ഇർഫാനാക്കും റാണിയാക്കെല്ലാം പകർന്നു കൊടുത്തതാണ്. സോ പിന്നെ ഒരു കൂടുതൽ സമയമൊന്നും നിന്നില്ല. ഒരു വേഗം എൻ്റെ വീട്ടിലേക്ക് പോയി. ഞാൻ പോയില്ലായിരുന്നു, ഞാൻ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ വീട്ടിലേക്ക് പോയത്. സോ എല്ലാവരും ആണെങ്കിൽ ഭയങ്കര റൗഫും എല്ലാവരും ഭയങ്കര ചോറിലുണ്ടായിരുന്നു. സത്യം പറയാം, എല്ലാവരും ആണെങ്കിലും അപ്പുറപ്പുറം കുപ്പായത്തിൽ വരച്ചിരുന്നു, സിഗ്നേച്ചർ ഇടുന്നതും ഹോളി പൗഡർ എറിയുന്നതും ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. സോ എക്സ്പീരിയൻസ് നല്ലൊരു മെമ്മറബിൾ ഡേ തന്നെ ആക്കി. സത്യം പറഞ്ഞെങ്കിൽ ഇസ്ലു ഹയാനെല്ലാം കൂടിയിട്ട് താങ്ക് യു സോ മച്ച് ഗൈസ്. നിങ്ങളെ കൂടിയിട്ട് സത്യം പറഞ്ഞെങ്കിൽ അന്നത്തെ ഒരു ഡേ നല്ല എൻജോയ്മെൻറ്റുള്ള ഡേ ആക്കി മാറ്റിയെടുത്തു. സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയ കളർ ചെയ്തത് ബ്ലൂ ആണ്. സത്യം പറഞ്ഞാൽ എന്നെ ബ്ലൂവിലായിരുന്നു കുളിച്ചിട്ടുണ്ടായത്. കുറച്ച് കവിളിലേക്ക് മാത്രം കിട്ടിയാൽ മതിയായിരുന്നു. ഇത് ഫുള്ളാകെ ബ്ലൂ ആയിപ്പോയി. ഞാൻ സത്യം പറഞ്ഞാൽ മുഖം കഴിയപ്പോൾ ഏലിയൻ്റെ മാതിലായിപ്പോയി. അമ്മാതിലൊരു കറുത്തതല്ല വെളുത്തതല്ലാത്തൊരു അവസ്ഥയിൽ അമ്മാതിലാണ് ഞാൻ ഉണ്ടായിരുന്നത്. സോ എല്ലാവരും അങ്ങനെയാണ് ഉള്ളത്, ഞാൻ മാത്രമല്ല, എല്ലാവരും അങ്ങനെയാണുള്ളത്. സോ കുളിച്ചിട്ടാണ് വീട്ടിൽ പോയത്, അമ്മാതിലാണ് പോയത്. സോ എല്ലാവരും അപ്പുറം ഇപ്പുറം ബക്കറ്റിലൊക്കെ കളറൊക്കെ കലക്കി മേക്കെല്ലാം ഒഴിച്ച് സോ നല്ല ഉണ്ടായിന്. സോ എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയില്ല. അപ്പോൾ ഒരു 2:30 മണി ആ ഒരു സമയമാകുമ്പോഴേക്കും ഞങ്ങൾ നേരെ സ്കൂളിൽ നിന്ന് എല്ലാം കഴിഞ്ഞ് പരിപാടിയൊക്കെ കഴിഞ്ഞ് ബസ് സ്റ്റോപ്പിലേക്ക് പോയി. അപ്പോൾ ബസ് സ്റ്റോപ്പിലേക്ക് പോയതിന് ശേഷമുള്ള അവസ്ഥ എന്ന് പറഞ്ഞെങ്കിൽ 3 ബസ്സിന് നേരെ കൈ കാട്ടി. ഒരാൾ പോലും നിർത്താൻ മനസ്സ് കാണിച്ചില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. സോ ബസ്സൊന്നും നിർത്തുന്നുണ്ടായിരുന്നില്ല. പിന്നീട് അവസാനം ഒരു കാഞ്ഞങ്ങാട് ബസ് നിർത്തി, അതിലാണ് ഞങ്ങൾ കയറിയിട്ട് വന്നത്. അപ്പോൾ ഗൈസ്, ഇപ്പം ഇങ്ങനെ വിചാരിക്കണം ഞാൻ ദേ കൊല്ലത്ത് നിന്ന്. സോ ഇപ്പം നിങ്ങൾ നേരത്തെ തന്നെ ആ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, ഫുൾ കളറിൽ കുളിച്ചിട്ടാണ് ഞാൻ സ്കൂളിൽ വന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ സ്കൂൾ യൂണിഫോമിൽ തന്നെ പറയണമെന്ന് വിചാരിച്ച കാര്യമാണ്, മാത്രം ആ സമയത്ത് എനിക്ക് പറയാൻ കഴിഞ്ഞില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫുൾ കളറിൽ കുളിച്ചിട്ടാണ് ഞാൻ സ്കൂളിൽ വന്നത്. സോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഉമ്മക്ക് പോലെ എന്നെ തിരിച്ചറിഞ്ഞിട്ട് അങ്ങനത്തെ കൊലത്തിലാണ് ഞാൻ വന്നു കഴിഞ്ഞത്. 2-3 ബസ് നിർത്താത്തതിന്റെ റീസൺ വരെ എനിക്ക് അറിയുന്നത് സോ എൻ്റെ കോലം കണ്ടിട്ടായിരിക്കും ബസ് നിർത്താത്തതാണ്. സോ അങ്ങനത്തെ ഒരു കോലത്തിനാണ് സത്യം പറഞ്ഞെങ്കിൽ ഇന്ന് ഞാൻ സ്കൂളിൽ വന്നത്. സോ ഇപ്പൊ ഞാൻ ഈ കോലത്തിൽ എന്താ വെച്ചാൽ ഞാൻ കുളിച്ചിട്ടെല്ലാം റെഡി ആയിട്ട് വന്നതാണ്. സോ ആ ഒരു ഫ്രഷ് ആയിട്ട് വന്നുകൊണ്ടാണ് ഈ കോലത്തിൽ. അല്ലെങ്കിൽ ഞാൻ ഈ സ്കൂൾ യൂണിഫോമിൽ തന്നെ പറയണമെന്ന് വിചാരിച്ചൊരു കാര്യമാണ്. മാത്രം ഇങ്ങനെ ഹോളി അതൊന്നും ഉണ്ടാവും ഞാൻ വിചാരിച്ചില്ല. സത്യം പറഞ്ഞെങ്കിൽ ഇന്ന് ലാസ്റ്റ് ഡേ ആണ്, ബട്ട് ഇങ്ങനെ ഒന്നും ഉണ്ടാവും ഞാൻ വിചാരിച്ചില്ല. സത്യം പറഞ്ഞെങ്കിൽ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഇന്നത്തോടെ എൻ്റെ +2 ലൈഫ് എന്ന് പറയുന്ന ആ ഒരു അധ്യയന വർഷം തീർന്നു. ഞാൻ 8ാം ക്ലാസ് മുതലാണ് CJHS ചെമ്മനാട്
അതായത് ചെമ്മനാട് ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഞാൻ കൂടിയത്. 8ാം ക്ലാസ് മുതൽ ഇപ്പോൾ +2 വരെ ഞാൻ ഹൈസ്കൂളിൽ തന്നെ ആയിരുന്നു. അപ്പോൾ ഫസ്റ്റും ഞാൻ അതിന് മുന്നേ ഞാൻ എൻ്റെ നാട്ടിലുണ്ടായ ക്യൂ ജമാഅത്ത് സ്കൂളിലായിരുന്നു ഞാൻ പഠിച്ചത്. അപ്പോൾ ആടെ എന്ന് പറഞ്ഞാൽ കുറച്ച് സ്റ്റുഡൻസ് ഉള്ള ഒരു സ്കൂളിൽ നിന്നാണ് ഞാൻ വലിയൊരു സ്കൂളിലേക്ക് പോയ ഫീൽ എനിക്കുണ്ടായിരുന്നു. സത്യം പറഞ്ഞെങ്കിൽ കുറേ സ്റ്റുഡൻസും കുറേ ക്ലാസ് കുറേ ബാച്ചസ് എല്ലാം ആയിട്ടുള്ള ഒരു വലിയൊരു സ്കൂളിലേക്ക് പോയ ഫീലിംഗ് സത്യം പറഞ്ഞെങ്കിൽ ഹൈസ്കൂളിൽ പോയിട്ട് ആദ്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ അതും പോരായിട്ട് ഫസ്റ്റ് 8ാം ക്ലാസ്സിലുണ്ടാകുന്ന സമയത്ത് തന്നെ നമുക്ക് പ്രത്യേകിച്ചിട്ട് അവിടെ ഒരു വർഷം നല്ല രീതിക്ക് ആസ്വദിക്കാൻ പറ്റിയില്ല. കാരണം എന്താ വെച്ചെങ്കിൽ അപ്പോൾ ഉണ്ടായ ഒരു ക്ലാസ് എന്ന് പറഞ്ഞെങ്കിൽ ഒരു ഗ്രൂപ്പിസം എല്ലാം ആയിട്ടുണ്ട്. ഒരു ക്ലാസ് ആണ് 8ാം ക്ലാസ്സിൽ ഉണ്ടായാൽ മാത്രം ഗ്രൂപ്പ് എനിക്ക് ഫ്രണ്ട്സ് ഉണ്ടായിട്ടുണ്ട്. സോ ഉറക്കെ ഞാൻ എത്രയോ എൻജോയ് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ആർട്സ് സ്പോർട്സ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കുറേ ഉണ്ടായിട്ടുണ്ട്. സോ അതിൽ ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ട്. കാരണം സ്കൂളിൽ നിന്ന് മാനേജ്മെന്റ് ഭാഗത്തു നിന്നായെങ്കിൽ എല്ലാ ഭാഗത്തു നിന്നായെങ്കിൽ ആർട്സ് സ്പോർട്സ് കാര്യങ്ങൾ എനിക്ക് 8ാം ക്ലാസ്സിൽ കിട്ടിയിരുന്നു. പിന്നെ പോരാത്തതിന് 8ാം ക്ലാസ്സിൽ ഒരു മാം ഉണ്ടായിരുന്നു, സെജിന മാം എന്നാണ് ആ മാമിന്റെ പേര്. സത്യം പറഞ്ഞാൽ എൻ്റെ ഉമ്മാക്ക് തുല്യമാണ്. അത്രയും ആ മാമിനെ എനിക്ക് അത്ര ഇഷ്ടമാണ്. സത്യം പറഞ്ഞെങ്കിൽ ഇന്നും ഞാൻ പറയും, ഇന്ന് ആ മാമിനെ കണ്ടെങ്കിൽ എനിക്ക് ഹഗ് ചെയ്യുമ്പോൾ എൻ്റെ ഉമ്മാനെ കെട്ടിപ്പിടിച്ച ഫീലാണ് എനിക്കുണ്ടാകുന്നത്. സോ അന്ന് 8ാം ക്ലാസ് കഴിഞ്ഞ് ഞാൻ 9ാം ക്ലാസ്സിലേക്ക് പോയിട്ടാകുമ്പോൾ എന്നെ ഡിവിഷൻ ചേഞ്ച് ആക്കി. യാസിർ മാഷിന്റെ ക്ലാസ്സിൽ കിട്ടി. അന്ന് ആ മാമിനെ മിസ് ചെയ്യുന്നുള്ള ഒറ്റ റീസൺ കൊണ്ടാണ് ഞങ്ങൾക്ക് സത്യം പറഞ്ഞെങ്കിൽ യാസിർ മാഷിനെ ഞാൻ ഹേർട്ടാക്കിയായിരുന്നു. അന്ന് സത്യം പറഞ്ഞാൽ സാറ് എത്രയോ പ്രാവശ്യം എനിക്ക് കോൾ ചെയ്തായിരുന്നു എൻ്റെ ഡീറ്റെയിൽസിന് വേണ്ടി. ഞാൻ ഫോൺ എടുത്തിട്ട് ആ ബ്ലോക്ക് ചെയ്ത്. സോ ഇങ്ങനത്തെ കുറേ കഥകളെല്ലാം ഉണ്ട് എനിക്ക് ഹൈസ്കൂളിൽ. സോ പിന്നെ ആ മാമിന്റെ ക്ലാസ്സിലേക്ക് പോകാൻ വേണ്ടി ഞാൻ കുറേ നോക്കിയതാണ്, മാത്രം എനിക്ക് എൻ്റെ ഫ്രണ്ടിനെ നടക്കാൻ പറ്റില്ലായിരുന്നു. സോ അത് കാരണം ഞാൻ ആ മാമിന്റെ ക്ലാസ്സിൽ പോകാതെ യാസിർ മാഷിന്റെ ക്ലാസ്സിലേക്ക് തന്നെ ഞാൻ പഠിച്ചതാണ്. സോ ആ യാസിർ മാഷിന്റെ ക്ലാസ്സിൽ ചേർന്നത് കൊണ്ടാണ് എനിക്ക് 10ാം ക്ലാസ്സിൽ ഏറ്റവും ബെസ്റ്റ് ആയ ജോട്ടിഗൻസ് എന്നിട്ടുള്ള ഒരു ടീമിനെ എനിക്ക് കിട്ടിയത്. സത്യം പറയാം, എൻ്റെ ലൈഫിൽ എനിക്ക് ഒരിക്കലും അങ്ങനത്തെ ഒരു ടീമിനെ അത് സത്യം പറഞ്ഞാൽ കിട്ടിയ എനിക്ക് +2 പോലും ഞാൻ സത്യം പറയാം എനിക്ക് +2 പോലും ജോട്ടിഗൻസ് എന്നിട്ടുള്ള അതുപോലത്തെ ഒരു ബെസ്റ്റ് ടീമിനെ സത്യം പറയാൻ കിട്ടിയിട്ടാണ് എനിക്ക്. ബെസ്റ്റ് ടീം മീൻസ് അതൊരു ഗാങ് അല്ല, എൻ്റെ ക്ലാസ്സിൻ്റെ മൊത്തമായിട്ടുള്ള ഒരു ഗ്രൂപ്പിനെ പറയുന്ന ഒരു പേരാണത്. സോ എൻ്റെ 10ാം ക്ലാസ് ഞാൻ ജീവിതത്തിൽ മറക്കില്ല. എൻ്റെ 10ാം ക്ലാസ്സിലുണ്ടായ എല്ലാ സ്റ്റുഡൻസിനും ഞാൻ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. കാരണം എന്താ വെച്ചെങ്കിൽ ഒന്നിന് മെച്ചായിരുന്നു ഒന്ന്. സത്യം പറഞ്ഞെങ്കിൽ എന്ത് പരിപാടി വരുന്നുണ്ടെങ്കിലും എന്ത് കാര്യങ്ങളും എന്ത് ഡിസ്കഷൻ ആയെങ്കിൽ ഒരാൾക്കായിട്ട് ഒരു തീരുമാനം ഉണ്ടായിട്ടാ എല്ലാവർക്കായിട്ട് ഒറ്റ തീരുമാനമാണെന്നുണ്ടായ. അതുകൊണ്ട് തന്നെ എൻ്റെ ലൈഫിൽ എനിക്കിപ്പോൾ പറയേണ്ട വന്നെങ്കിൽ എൻ്റെ ലൈഫിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ക്ലാസ് എന്ന് പറഞ്ഞെങ്കിൽ അത് എൻ്റെ 10ാം ക്ലാസ്സാണ്. ചെമ്മനാട് സ്കൂളിൽ എനിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നിയൊരു ക്ലാസ്സാണ് എൻ്റെ 10ാം ക്ലാസ്. പിന്നെ പോരാത്തതിന് എനിക്കുണ്ടായ മാഷ് എന്ന് പറഞ്ഞെങ്കിൽ യാസിർ മാഷാണ്. എൻ്റെ ഉപ്പാക്ക് തുല്യമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഫസ്റ്റ് ഒന്നും ക്ലാസ് കയറുന്ന വലിയൊരു ഇതുണ്ടായിരുന്നില്ല. പിന്നെ ഒരിക്കലും സീമാ മാമിൻ്റെ ഒരു പ്രശ്നം വന്നതാണ്. സോ അന്ന് ബസ് സ്റ്റോപ്പിൽ നിന്ന് തന്നെ സീമാ മാം നല്ല ഇൻസൾട്ട് ചെയ്തായിരുന്നു. ഞാൻ സത്യം പറയാം, ഇൻസൾട്ട് ചെയ്തായിരുന്നു. +2 സ്റ്റുഡൻസിൻ്റെ മുമ്പ് വെച്ചിട്ടാണ് എന്നെ ഇൻസൾട്ട് ചെയ്തത്. അപ്പം അന്ന് സാറിനോട് മാം പോയി കംപ്ലൈൻറ്റ് പറഞ്ഞതാണ് തന്നെ. അപ്പം ആ സാർ ആ വന്നൊരു രൂപ ഉണ്ടല്ലോ, എൻ്റെ ഉപ്പ നടന്നു വരുന്ന ഫീലാണ് എനിക്ക് സത്യം പറഞ്ഞു ഉണ്ടായത്. അപ്പം എന്നോട് വന്ന് ആ ചോദ്യം ചോദിച്ചതല്ല, ശരിക്കും പറയാം എൻ്റെ ഉപ്പ വന്ന് ചോദിക്കുന്ന ഫീൽ എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിന് ശേഷമാണ് എനിക്ക് യാസിർ മാഷിനോട് സത്യം പറഞ്ഞെങ്കിൽ നല്ല ഇഷ്ടം വന്നത്. സോ ഇന്നും എനിക്ക് ആ മാഷിനെ ഉണ്ടെങ്കിൽ എൻ്റെ ഉപ്പാനെ കണ്ട ഫീലാണ് എനിക്ക് ഉണ്ടാക്കുക. ആ ഒരു പിരിച്ചും ഇപ്പം ഉണ്ട്. സാർക്ക് എന്നോടും ഉണ്ട്, എനിക്ക് സാറിനോടും ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ എനിക്ക് സത്യം പറയാം 10ാം ക്ലാസ്സിൽ ആ സമയത്ത് എനിക്ക് ഗാങ്ങുകൾ ഉണ്ടായിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഞങ്ങളെ ഗേൾസിന് വേറെ തന്നെ ഗാങ് ഉണ്ടായിട്ടുണ്ട് 2-3. മാത്രം അതിൽ പുറത്ത് മീൻസ് പുറത്തുനിന്നൊക്കെ പരിപാടിക്ക് പോകുമ്പോൾ പുറത്ത് ഗ്രൂപ്പ് പുരേന്ന് മാത്രമാണ് അങ്ങനെ ഒരു ഗാങ് ഉണ്ടായിട്ട്. മറ്റേ സ്കൂളിൽ എത്തിക്കഴിഞ്ഞെങ്കിൽ സ്കൂൾ ഗ്രൗണ്ടിൽ മാത്രമാണ് അങ്ങനത്തെ ഒരു ഗാങ് ഉണ്ടായിരുന്നത്. ക്ലാസ് റൂമിൽ എത്തിക്കഴിഞ്ഞെങ്കിൽ ഞങ്ങൾ എല്ലാവരും ഒരു ടീമായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അത്രയും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ക്ലാസ്സാണ് ഞങ്ങൾക്ക് 10ാം ക്ലാസ് ഉണ്ടായിരുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ച് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് പോകുമ്പോൾ +2ലും എനിക്ക് ഇതേപോലത്തെ ഒരു നല്ലൊരു ബാച്ചിന് കിട്ടുമെന്ന് പ്രതീക്ഷയോടാണ് ഞാൻ സീറ്റ് അപ്ലൈ ആക്കുന്ന സമയത്ത് CJS ചെമ്മനാട് സ്കൂൾ മാത്രമാണ് സീറ്റ് അപ്ലൈ ആക്കിയത്. കാരണം എനിക്ക് ഹൈസ്കൂൾ മാത്രം സീറ്റ് മതി എന്നുള്ള വാശിയുണ്ടായിരുന്നു. അത് കാരണം തന്നെ എനിക്ക് ചെമ്മനാട് ജമാഅത്ത് സ്കൂളിൽ തന്നെ സീറ്റ് കിട്ടി +1 +2ക്ക്. സോ അവിടെ പോയതിന് ശേഷം സത്യം പറയാൻ എനിക്ക് ഏറ്റവും കൂടുതൽ അവിടെ ഇഷ്ടമുണ്ടായത് എൻ്റെ പച്ച യൂണിഫോമാണ്. കാരണം എൻ്റെ ഇത്ത ഇച്ചാലിട്ടിട്ട് കാണുമ്പോൾ എനിക്ക് സത്യം പറയാം എനിക്കും ആ യൂണിഫോം ഇടാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിന്. അപ്പം എനിക്ക് അവിടെ സീറ്റ് കിട്ടുന്നൊന്നും ഉറപ്പുണ്ടായിട്ടാ. മാത്രം ഏത് സ്കൂളിൽ എഴുതി കൊടുത്തിട്ട് ആകെ ഒറ്റ സ്കൂളാണ് ഞാൻ എഴുതി കൊടുത്തത്. അത് CJS ചെമ്മനാട് ജമാഅത്ത് സ്കൂളിലാണ് ഞാൻ എഴുതി കൊടുത്തത്. അങ്ങനെ എനിക്ക് അവിടെ തന്നെ സീറ്റ് കിട്ടി. കൊമേഴ്സിലാണ് സീറ്റ് കിട്ടിയത്. മാത്രം എനിക്ക് ബയോ എടുക്കാനാണ് ആഗ്രഹം ഉണ്ടായത്. കാരണം ബയോ എടുക്കാൻ ആഗ്രഹം വെക്കാൻ ഒരു റീസൺ ഉണ്ടായിരുന്നു. അത് ആ റീസൺ ഞാൻ ഇതിൽ പറയുന്നില്ല. അപ്പോൾ എനിക്ക് ബയോ എടുക്കാനാണ് ആഗ്രഹം ഉണ്ടായത്. മാത്രം ബയോ കിട്ടിയില്ല. മാത്രം കൊമേഴ്സാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ എൻ്റെ ആഗ്രഹം പോലെ തന്നെ എനിക്ക് ആ പച്ച യൂണിഫോം കിട്ടി. പിന്നെ എൻ്റെ ഫ്രണ്ട്സിലുള്ളത്
കൊമേഴ്സിലാണ്. അപ്പം അത് നിരീക്ഷിച്ചിട്ട് ഞാൻ കൊമേഴ്സ് തന്നെ സെലക്ട് ചെയ്തു. അങ്ങനെ ആദ്യം ഞാൻ ഉണ്ടായത് മനോജ് സാറിന്റെ ക്ലാസ്സിലാണ് ഉണ്ടായിരുന്നത്. അതായത് ഇയിലാണ് ഞാൻ ഉണ്ടായത്. മാത്രം ഈ ക്ലാസ്സിൽ എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നില്ല. എനിക്ക് 5 കൊല്ലമായിട്ട് ഒക്കെ നിൽക്കുന്ന ഒരു ഫ്രണ്ട് ഉണ്ട്, ഇർഫാനാണ് പേര്. സോ ഓളെ എനിക്ക് കളിക്കാൻ മനസ്സ് വന്നിട്ട. സോ അതുകൊണ്ട് ഓളില്ലാത്തൊരു ക്ലാസ്സിൽ ഇരിക്കാൻ എനിക്ക് തീരെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിട്ട. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഒരേ ഒന്ന് യുദ്ധം കഴിച്ച് സാറിനോടെല്ലാം പോയി സംസാരിച്ച് ഒരു വിധത്തിൽ റെഡിയാക്കുന്ന രൂപത്തിൽ ഞാൻ എന്നെ ക്ലാസ് മാറ്റി DCOM-ലേക്ക് ചേഞ്ച് ആക്കി. അപ്പോൾ DCOM-ൽ എത്തിയതിന് ശേഷം പറഞ്ഞാൽ ആദ്യത്തെ പ്ലസ് വൺ ലൈക്ക് ഞാൻ 9ാം ക്ലാസ്സിൽ ഉണ്ടാകുന്ന സമയത്ത് കൊറോണ ആയിരുന്നു, ക്ലാസ് ഒന്നും ഉണ്ടായിരുന്നില്ല. 10ലുണ്ടാകുന്ന സമയത്ത് പകുതിയും കൊറോണ കൊണ്ടുപോയി. ലാസ്റ്റ് ടൈമാണ് ക്ലാസ് തുടങ്ങുന്നത്. അപ്പോൾ ആ ലാസ്റ്റ് ടൈം തുടങ്ങിയെങ്കിലും എൻജോയ്മെന്റ് തന്നെ, അത്ര എൻജോയ്മെന്റ് ആക്കിനി. 10ാം ക്ലാസ് എന്നിട്ട് എൻജോയ്മെന്റ് ആക്കാതെ നിന്നിട്ട് നല്ല എൻജോയ്മെന്റ് ആക്കിനി. പിന്നെ അതേപോലെ ഇപ്പൊ പ്ലസ് വണ്ണിൽ കൂടിയിട്ടാകുമ്പോൾ ആദ്യം ഉണ്ടായത് ഓണപരിപാടിയാണ്. സത്യം പറയാം, ഓണപരിപാടി കിട്ടിയിട്ട പ്ലസ് വണ്ണിൽ. കാരണം എന്താ വെച്ചാൽ ഞങ്ങളെ സീനിയേഴ്സ് എന്ന് പറഞ്ഞെങ്കിൽ പക്കാ പോറാന്നുണ്ടായത്. സത്യം പറഞ്ഞെങ്കിൽ റാഗിങ് ആയിക്കൊണ്ട് തല്ലായിക്കൊണ്ട് അവർക്ക് കുട്ടികളെ മനസ്സാണ്. സത്യം പറയാനാണ് കുട്ടികളെ മനസ്സാന്ന് തോന്നുന്നു എനിക്ക്. കാരണം എന്താ വെച്ചെങ്കിൽ തൊട്ടേനും വെച്ചേനും ഒക്കെ തല്ലും പൊടിയും പിന്നെ സസ്പെൻഷനുള്ള കാരണം നമുക്ക് സ്പോർട്സ് കിട്ടിയില്ല, ആർട്സും നല്ല രൂപത്തിൽ കിട്ടിയില്ല, പിന്നെ ഓണപരിപാടി നല്ല രൂപത്തിൽ കിട്ടിയില്ല പ്ലസ് വണ്ണിൽ. അപ്പൊ ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചു പ്ലസ് വൺ ആയതുകൊണ്ടായിരിക്കും മേ ബി ഇങ്ങനെ സംഭവിക്കുന്നത്. പ്ലസ് ടു എത്തുമ്പോൾ എല്ലാവരും മിങ്കിളാവും, അപ്പുറം ഇതാവും. സോ നല്ല രീതിക്ക് കിട്ടും. അല്ലെങ്കിൽ ക്ലാസ്സിൻ്റെ ഉള്ളിലായെങ്കിലും ആ സമയത്തും ഒരു ഗാങ് അങ്ങനെ ഗ്രൂപ്പിസമായിട്ടാണ് ഉണ്ടായിരുന്നത്. എൻ്റെ പ്ലസ് വണ്ണിൽ ഉണ്ടായ ലൈഫ് സ്റ്റൈലാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഓപ്പൺ ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ പിന്നെ പ്ലസ് ടുക്ക് എത്തിയതിന് ശേഷം പിന്നെ പോരാത്തതിന് പ്ലസ് വണ്ണിൽ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും കാരണം എനിക്ക് പ്ലസ് വൺ ആസ്വദിക്കാൻ പറ്റിയില്ല. സത്യം പറയാൻ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് പ്ലസ് വണ്ണ് നല്ല രൂപത്തിൽ ഞാൻ വിചാരിച്ച ഒരു ഇതൊന്നും എനിക്ക് അവിടെ പ്ലസ് വണ്ണിൽ കിട്ടിയിട്ട. സത്യം പറഞ്ഞെങ്കിൽ ഞാൻ പത്തുനിന്ന് വരുന്ന സമയത്ത് എന്തൊക്കെ ആഗ്രഹിച്ചിട്ടാണ് പറഞ്ഞ മാത്രം നിങ്ങൾക്ക് കിട്ടിയിട്ട. അതേപോലെ തന്നെ പ്ലസ് ടുക്ക് എത്തിയിട്ടാകുമ്പോൾ സത്യം പറയാൻ ഞാൻ ആദ്യമൊക്കെ തന്നെ ഭയങ്കര ഡൗൺ ആയിട്ടൊന്നും ഉണ്ടായില്ല. പ്ലസ് വൺ ഉണ്ടായ കുറച്ച് പ്രശ്നങ്ങൾ കാരണം ഞാൻ ഡൗൺ ആയിട്ടുണ്ടായിനി. സോ അതിന് ശേഷം എനിക്കുണ്ടായത് രാജേഷ് മാഷാണ്. അപ്പോൾ ആദ്യം പ്ലസ് വണ്ണിൽ ഉണ്ടാകുന്ന സമയത്തൊന്നും എനിക്ക് വലിയ ആ സാറിനോട് ഇരുന്നായിട്ട് ഞാൻ സത്യം പറയാം, സാർ ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടാവും, എനിക്കറിയില്ല. എനിക്ക് പ്ലസ് വണ്ണിൽ ഉണ്ടാകുന്ന സമയത്തെല്ലാം കാരണം ഞാനൊന്ന് കരഞ്ഞാൽ പോലും എൻ്റെ മുഖം കണ്ട് തിരിച്ചറിയുന്ന ഒരു സാർ ഉണ്ടായിരുന്നു അവിടെ, റംഷാദ് മാഷും. റിയലി മിസ് യു സർ ഇത് കാണുന്നുണ്ടോന്ന് എനിക്കറിയില്ല, റിയലി മിസ് യു. പിന്നെ റംഷാദ് സർ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്തെന്ന് അറിയില്ല, ഞാൻ എപ്പോൾ കണ്ണൊന്ന് നിറഞ്ഞാൽ സാർ ചോദിക്കും എനിക്ക് എന്തോ പ്രശ്നമുണ്ടല്ലോ. ഞാൻ വെറുതെ ഒന്ന് മുഖം ഡൗട്ട് ഇങ്ങനെ നമ്മ ഒരു ടെൻഷനിലിരുന്ന് അപ്പോൾ ഒന്ന് സാർ ചോദിക്കും എനിക്കെന്തോ പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ എൻ്റെ എന്ത് പ്രശ്നം മനസ്സിങ്ങനെ വായിച്ചെടുക്കുന്ന പോലെ അറിഞ്ഞൊരു സാറാണ് റംഷാദ് മാഷ്. ആ മാഷിനോട് എനിക്ക് ഇന്ന് നല്ല റെസ്പെക്റ്റ് ആണ്, എനിക്ക് തിരിച്ചാണ്, ഒരിക്കലും മാർക്കില്ല. പിന്നെ എൻ്റെ ക്ലാസ്സിലെ സ്റ്റുഡൻസ് എന്നുണ്ടെങ്കിൽ പ്ലസ് ടുവിലുണ്ടായ സ്റ്റുഡൻസ് എന്നുണ്ടെങ്കിൽ അധികം ഞാൻ കണ്ടത് ഗ്രൂപ്പിസമാണ്. അതായത് അവർക്കൊരു ഗ്രൂപ്പ് ഉണ്ട്, ഗ്യാങ് ഉണ്ട്. സോ ക്ലാസ് ടൈമിനും അധികം ഗ്യാങ് ആയിട്ട് നിൽക്കുന്നതാണ് ഞാൻ കണ്ടത്. പിന്നെ അല്ലെങ്കിലും പരിപാടിയൊക്കെ വരുന്ന സമയത്ത് അധികം ഞാൻ ഗ്യാങ് ആയിട്ട് നിൽക്കുന്നത് തന്നെയാണ് കണ്ടത്. അപ്പോൾ അധികം ഒക്കെ നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ സത്യമാണ് പറയുന്നത്, എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത കാര്യമാണ് ഞാൻ പറഞ്ഞത്. പല പ്രാവശ്യം ഞാൻ അവരോട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇതിനെ കുറിച്ചിട്ട്. പിന്നെ ഫസ്റ്റ് ഒന്ന് രാജേഷ് മാഷിനോട് വലിയ രൂപത്തിൽ എനിക്ക് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം എന്താ വെച്ചെങ്കിൽ എനിക്ക് എന്താണെന്നറിയില്ല, ഫസ്റ്റ് രാജേഷ് മാഷിനോട് വലിയ രൂപത്തിൽ ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ ഇപ്പോൾ പറയുന്നില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം പ്ലസ് ടുക്ക് എത്തി. പിന്നെ എനിക്ക് പ്ലസ് വൺ എത്രയോ പ്രാവശ്യം കഴിയാതായിട്ടുണ്ട്. രാജേഷ് മാഷ് തന്നെയാണ് എന്നെ നോക്കിയതും കാര്യങ്ങളൊക്കെ ചെയ്തതും. മാത്രം ആ സമയത്ത് എനിക്ക് കുറച്ച് ചെറുങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ പ്ലസ് ടുക്ക് എത്തി. പിന്നെ സത്യം പറയാം, സാർ എന്നെ മാറ്റിയെടുക്കും തന്നെ പറയാം. കാരണം ഞാൻ അധികം ഒറ്റപ്പെട്ട് നിന്ന സമയമൊക്കെ ഉണ്ടായിരുന്നു. ക്ലാസ്സിൽ ഒറ്റയ്ക്ക് ജനലിന്റെ മുകളിലേക്ക് നിന്ന സമയം അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. സോ അങ്ങനെയുള്ള സമയങ്ങളൊക്കെ സാർ എന്നെ കൺവിൻസ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. പല സാഹചര്യത്തിലും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, എന്നെ ബോൾഡാക്കി എടുക്കാൻ നോക്കിയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ സാർ സത്യം പറയാം, ഇപ്പൊ സ്പോർട്സ് ആർട്സ് ഒക്കെ വന്നപ്പോൾ ഞാൻ സാറിന്റെ ഗ്രൂപ്പിലാണ് ഉണ്ടായിരുന്നത്, സ്പോർട്സിന് സാറിന്റെ ഗ്രൂപ്പിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് എവിടെ ഇല്ലാത്തൊരു ധൈര്യം എനിക്ക് വന്നായിരുന്നു. സാർ എന്നോട് പറഞ്ഞു, എന്നോടല്ല ഞങ്ങളുടെ ഗ്രൂപ്പിലെ എല്ലാ സ്റ്റുഡൻസിനെ അടുപ്പിച്ച് ആർക്കാ ലീഡർ ആവാൻ ആഗ്രഹമുണ്ടായത്. ഞാൻ ഭയങ്കര ധൈര്യത്തോടെ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഞാൻ കൂട്ടിയത്. കാരണം ഇങ്ങനത്തെ കാര്യങ്ങൾ ഗ്രൂപ്പിസും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മറക്കാൻ എനിക്ക് കുറച്ചും കൂടി ഹെൽപ്പ് ചെയ്യുന്നുള്ള രൂപത്തിൽ ഞാൻ ഏറ്റെടുത്തു. അതായത് ആ ഒരു ഗ്രൂപ്പിന്റെ ലീഡർ ഞാനാവാന്നുള്ള രൂപത്തിൽ. അപ്പോൾ ഞാൻ എൻ്റെ പണി നല്ലത് ചെയ്തിരുന്നാന്ന് എനിക്ക് തോന്നുന്നു. സോ ഞാൻ സ്പോർട്സിന്റെ കാര്യത്തിൽ നല്ലത് ചെയ്തിട്ടുണ്ട്. ആർട്സിന്റെ കാര്യത്തിൽ എനിക്ക് വലിയ രൂപത്തിൽ ചെയ്യാൻ പറ്റിയില്ല, കാരണം ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കാരണം എനിക്ക് വലിയ രൂപത്തിൽ ചെയ്യാൻ പറ്റിയില്ല. മാത്രം സ്പോർട്സ് ഞാൻ നല്ല രൂപത്തിൽ തന്നെ
ചെയ്തായിരുന്നു. പിന്നെ ഒരു ഗ്രൂപ്പിന്റെ ക്യാപ്റ്റൻ എന്നുള്ള രൂപത്തിൽ ഞാൻ നല്ല ചെയ്തായിരുന്നു, ലീഡർ എന്നുള്ള രൂപത്തിൽ. പോരാത്തെ ഞങ്ങൾക്ക് സ്കൂളിൽ പ്ലസ് വണ്ണിൽ ഓണപ്പരിപാടി ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഓണപ്പരിപാടി ഞങ്ങൾക്ക് സ്കൂളിൽ തന്നായിരുന്നു. മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നായെങ്കിലും സ്കൂളിലെ ടീച്ചേഴ്സിന്റെ ഭാഗത്തു നിന്നായെങ്കിലും നല്ലൊരു കോമൺസ് തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്. സത്യം പറയാം, നല്ലൊരു ഓണപ്പരിപാടി തന്നിട്ടുണ്ടായിരുന്നു. സുകുമാരൻ സാറായെങ്കിലും നല്ല ഞങ്ങളെ എൻജോയ് ചെയ്യാൻ വിട്ടായിരുന്നു. പിന്നെ പോരാത്തതിന് മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നായെങ്കിലും നല്ലൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ ടീച്ചേഴ്സിന്റെ ഭാഗത്തു നിന്നായെങ്കിലും നല്ലൊരു കോർഡിനേഷൻ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ സ്റ്റുഡൻസിന്റെ ഭാഗത്തുനിന്നെങ്കിൽ ഇച്ചിരി കോർഡിനേഷൻ കുറവായിരുന്നു. സത്യം പറയാം, ക്ലാസ്സിൽ എനിക്ക് കുറച്ച് കോർഡിനേഷൻ കുറഞ്ഞതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം പുറത്ത് ഒരിക്കൽ ഓണപ്പരിപാടി വെച്ചായിരുന്നു. അതിൽ സത്യം പറയാം എല്ലാവരും ഒന്നും വിചാരിക്കണ്ട, പെട്ടെന്ന് ഞാൻ വീഡിയോ കട്ട് ചെയ്യാനുള്ള റീസൺ എന്ന് വെച്ചാൽ പെട്ടെന്ന് കോൾ വന്നു, അതുകൊണ്ടാണ്. അപ്പോൾ പുറത്തുനിന്ന് ഒരു ഓണപ്പരിപാടി വെച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറയാം, അന്ന് ഞങ്ങളെ ക്ലാസ്സിലത്തെ സ്റ്റുഡൻസ് ആയെങ്കിലും എല്ലാവരും ആയെങ്കിലും നല്ല സപ്പോർട്ടായിരുന്നു. നല്ല ഒക്കനെ നിന്നിന് നല്ല എൻജോയ് ആക്കിന്. മാത്രം എൻ്റെ ഫ്രണ്ട്സ് വരുമെന്ന് പറഞ്ഞ് അവസാന നിമിഷത്ത് അവർ വരാതെ നിന്നു. ഓരോരോ പരിക്കാരുടെ റീസണൊക്കെയാണ് ചെല്ലിയത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നില്ല അന്നത്തെ പരിപാടിയിലും. അത്ര എന്തെങ്കിലും പ്രശ്നം ഞാൻ എൻ്റെ ക്ലാസ്മേറ്റ്സിൻ്റെ ഒക്കെ നന്നായി എൻജോയ് ചെയ്തായിരുന്നു. പിന്നെ ക്ലാസ്മേറ്റ്സ് മാത്രമായിരുന്നില്ല, അന്ന് ജിയു ഉണ്ടായിരുന്നു. ജി നല്ല ഡിവിഷൻ ഹ്യൂമാനിറ്റീസ് ക്ലാസ്സാറും ഉണ്ടായിരുന്നു. സോ നല്ല രീതിക്ക് ഞാൻ എൻജോയ് ചെയ്തു. ലൈഫിൽ ഒരിക്കലും മറക്കില്ല. സോ അതുപോലെ ഒരു എൻജോയ്മെന്റ് അങ്ങ് കിട്ടിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം എക്സാമും കാര്യങ്ങളൊക്കെ ആയി. അല്ലല്ല, അതിന് മുന്നേ സ്പോർട്സ് വന്നു. സ്പോർട്സ് വന്നിട്ടാകുമ്പോൾ സത്യം പറയാം, സ്കൂളിന്റെ ഭാഗത്തുനിന്ന് സ്പോർട്സിന് നല്ലൊരു കോർഡിനേഷൻ ഉണ്ടായിട്ടില്ല. കാരണം വെച്ചാൽ സ്പോർട്സ് തുടങ്ങേണ്ടത് മാർച്ച് ഫെസ്റ്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് സ്പോർട്സ് തുടങ്ങേണ്ടത്. സോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പോർട്സിന്റെ കാര്യത്തിൽ ഞാൻ തൃപ്തിയായിരുന്നില്ല. ലാസ്റ്റ് ഇയർ ആയിട്ടും കൂടി എനിക്ക് നല്ലൊരു സ്പോർട്സ് കിട്ടിയിട്ടാണ് വേണമെന്ന് തന്നെ സത്യം പറഞ്ഞാൽ പറയാം. സ്പോർട്സ് കിട്ടിയായിരുന്നു, മാത്രം സാറ്റിസ്ഫൈഡ് അല്ല എന്ന് മാത്രം. പിന്നെ അതേപോലെ തന്നെ ആർട്സ് ഞാൻ സാറിനോടെല്ലാം മെൻഷൻ ചെയ്തതാണ് ഇതിന് മുമ്പ്. അൻവർ സാറിനോടും കുറേ ടീച്ചേഴ്സിനോടൊക്കെ ഞാൻ മിനി ടീച്ചറിനോടൊക്കെ ഞാൻ മെൻഷൻ ചെയ്തായിരുന്നു, ഇങ്ങനെ ഒരു ആർട്സ് ആകുമ്പോൾ സിംഗിൾ ഐറ്റം മാത്രം വേണ്ട, ഒപ്പന അങ്ങനെ ഇങ്ങനെയൊക്കെ വേണമെന്ന് എന്നിട്ട്. അപ്പോൾ ഒരു പറഞ്ഞു അങ്ങനെ ഇങ്ങനെ കുറേ റീസൺസ് ഒക്കെ പറഞ്ഞു, എനിക്കറിയില്ല. അപ്പോൾ ആ ഒരു സമയത്ത് കുറെ റീസൺസ് ഒക്കെ അവർ പറഞ്ഞു സ്കൂളിൽ നിന്ന്. അൻവർ സാർ പറഞ്ഞു നിങ്ങൾക്ക് ഫെയർവെൽ പ്ലസ് ഞങ്ങൾ ആർട്സ് പോലെ തരുന്നതായിരിക്കും എന്നൊക്കെ എനിക്ക് വാക്ക് തന്നതാണ് അന്ന് അൻവർ സാർ. അങ്ങനെ ഞാൻ നല്ലൊരു പ്രതീക്ഷയിലുണ്ടായിരുന്നു. ലാസ്റ്റ് ഫെയർവെല്ലിന്റെ ടൈമിന് ഇങ്ങനെ തരുമായിരിക്കും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്തായാലും ഫെയർവെൽ എന്തെങ്കിലും കിട്ടുമെന്ന് എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ആർട്സ് നല്ല രൂപത്തിൽ കിട്ടിയില്ല. ആർട്സ് ഉണ്ടായിരുന്നു, ഇല്ലാന്നല്ല, സത്യം പറഞ്ഞെങ്കിൽ നല്ല രൂപത്തിൽ തന്നില്ലായിരുന്നു സ്കൂളിൽ നിന്ന്. പിന്നെ അതേപോലെ തന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ബാച്ചാറെല്ലാം കൂടിയിട്ട് ഒരു പ്ലാൻ ചെയ്തു, ന്യൂ ഇയർ പ്ലസ് ക്രിസ്മസ് പരിപാടി പോലെ ഒരു പരിപാടി ഇതാക്കി. അപ്പോൾ ആ ഒരു പരിപാടിക്ക് ഞാൻ പോകണമെന്ന് വിചാരിച്ചതായിരുന്നു. പോകാൻ വേണ്ടി ഒരു ദിവസം മുന്നേ വരെ ഞാൻ പ്ലാൻ ചെയ്തതായിരുന്നു. കാരണം അന്ന് എൻ്റെ ഫ്രണ്ട്സ് വരുന്നില്ല, അതുകൊണ്ട് തന്നെ എൻ്റെ മൂഡ് കുറച്ച് കുറവായിരുന്നു പോകാൻ. അന്നെങ്കിലും ഞാൻ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തായിരുന്നു. മാത്രം ലാസ്റ്റ് മൊമെന്റിൽ എനിക്ക് അവിടെയും പോകാൻ പറ്റിയില്ല. കാരണം എനിക്ക് പോകാൻ ആരും ഉണ്ടായിരുന്നില്ല. സോ അതുകൊണ്ട് ഞാൻ ക്യാൻസൽ ചെയ്തു. ഒറ്റയ്ക്ക് പോകണ്ടെന്ന് വിളിച്ചിട്ട് ഞാൻ ക്യാൻസൽ ചെയ്തു. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു പരിപാടിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ലായിരുന്നു. സോ അതേപോലെ തന്നെ അത് കഴിഞ്ഞതിന് ശേഷമാണ് സ്കൂൾ എക്സാമും കാര്യങ്ങളൊക്കെ വരിവരിയായിട്ട് വന്നു. പിന്നെ എക്സാമും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം പിന്നെ ഫുൾ സ്റ്റഡിയും കാര്യങ്ങളൊക്കെ ആയി. പിന്നെ ലാസ്റ്റ് ആയിട്ട് ഒരു ക്ലാസ് ഫോട്ടോ തന്നായിരുന്നു. അപ്പം ഞാൻ ക്ലാസ് ഫോട്ടോ തരുമ്പോൾ ഞാൻ വിചാരിച്ചൊരു കാര്യം എന്നുണ്ടെങ്കിൽ ക്ലാസ് ഫോട്ടോ കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു ഫെയർവെൽ തരുമായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. മാത്രം അങ്ങനെ ഒരു ഫെയർവെൽ ഞങ്ങൾക്ക് സ്കൂളിൽ നിന്ന് തന്നില്ല. സ്കൂളിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു ഫെയർവെൽ തന്നില്ല. അപ്പോൾ ഞാൻ അൻവർ സാറിനോട് പോയി ചോദിച്ചതാണ്, സാർ ഇങ്ങനെ പറഞ്ഞതായിരുന്നല്ലോ, പിന്നെന്താ സംഭവിച്ചത്? അപ്പോൾ സാറ് വീണ്ടും ഓരോരോ ഒഴിവുകേട് പറഞ്ഞു. സാർ പറഞ്ഞു അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്തൊക്കെയോ റീസൺസ് പറഞ്ഞു. സോ ആ റീസൺസ് ആയിട്ട് എനിക്ക് പൊരുത്തപ്പെടാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറയാതെ വന്നത് ഇവിടെ. അതിനുശേഷം നമുക്ക് ഫെയർവെൽ തന്നില്ല എന്ന് പറയാം. സ്കൂളിൽ നിന്ന് ഫെയർവെൽ തന്നില്ല. പിന്നെ സാർ പറഞ്ഞു നിങ്ങൾ പുറത്ത് കഴിക്കുമല്ലോ എന്ന് പറഞ്ഞു. പുറത്ത് കഴിക്കുന്ന സ്കൂളിൽ കഴിക്കുന്ന തമ്മിൽ എത്ര ഡിഫറൻസ് ഉണ്ട്. സോ സ്കൂളിൽ വരുന്ന സ്റ്റുഡൻസ് മാത്രമുണ്ട്, പുറത്ത് എവിടെയും പോവാത്ത സ്റ്റുഡൻസ് ഉണ്ട്. എനിക്കറിയാം എൻ്റെ ക്ലാസ്സിൽ എത്ര സ്റ്റുഡൻസ് ഉണ്ട് പുറത്ത് ഇങ്ങനെ പരിപാടിക്കൊന്നും പോവാത്ത, ഇതുവരെ ഒരു പരിപാടിക്കും പങ്കെടുക്കാത്ത സ്റ്റുഡൻസ് ഉണ്ട്. ഓർക്കൽ കിട്ടുന്നത് സ്കൂളിൽ നിന്ന് മാത്രമാണ്. ആ സ്കൂളിൽ തന്നെ ഒരു പരിപാടി കിട്ടിയിട്ട. അപ്പോൾ ഇപ്പൊ ഈ ഫെയർവെല്ലും ഒരു ക്യാൻസൽ ചെയ്ത് സ്കൂളിൽ നമുക്ക് ഫെയർവെൽ തന്നില്ല. അങ്ങനെ ഇനിയിപ്പോ പുറത്ത് കഴിക്കുമെന്ന് പറയുന്നുണ്ട്, എനിക്കറിയില്ല. ഞാൻ പോവോ എന്നൊന്നും എനിക്കറിയില്ല, ഞാൻ ഫിക്സ് ചെയ്തിട്ടില്ല ഇതുവരെ. പിന്നെ ചെറുനാട് സ്കൂളിൽ പഠിപ്പിക്കുന്ന പറഞ്ഞാൽ ടോപ്പാണ്. അടുത്ത നല്ല ടീച്ചേഴ്സാണ്, നല്ല പഠിപ്പിക്കുന്നത്. ഞാൻ അതിനെ കുറിച്ചിട്ടൊന്നും കുറ്റം പറയില്ല. കാരണം എനിക്കുണ്ടായ ഇങ്ങനത്തെ പരിപാടി മാത്രമാണ് അവിടെ എനിക്ക്
കുറേ പരിപാടി മാത്രമാണ് ഇങ്ങനെ തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് പഠിപ്പിക്കുന്ന കാര്യത്തിൽ ടോപ്പാണ്. എനിക്കിന്ന് വരെ ഒരു ബാഡ് കമൻറ്റ് ഇല്ല, നല്ല പഠിപ്പിക്കുന്നവിടെ. പിന്നെ പിന്നെ ഞങ്ങൾക്ക് ടൂർ ഉണ്ടായിട്ടുണ്ട്, അത് പറയാൻ വിട്ടുപോയി. ടൂർ ഉണ്ടായിട്ടുണ്ട്, നല്ലൊരു ടൂറാണ് ഞങ്ങൾക്ക് കിട്ടിയത്. സത്യം പറയാൻ ഞാൻ ശരിക്കും എൻജോയ് ആക്കി. എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു സ്ഥലത്തേക്ക് ഞാൻ പോയത്. ശരിക്കും പറഞ്ഞെങ്കിൽ ഞാൻ ഇതിന് മുമ്പ് ഫാമിലി ആയിട്ടോ മറ്റേ ആയിട്ടോ ഞാൻ പോയിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ ഒരു സ്ഥലത്തേക്ക് ഞാൻ പോയത്. പിന്നെ പോരാത്തതിന് ലൈക്ക് രാജേഷ് മാഷെല്ലാം നല്ല സൂപ്പർ, എൻ്റെ കൂടെ എന്നെ ഉണ്ടായിരുന്നു, എൻ്റെ ഒക്കെ എന്നെ ഉണ്ടായിരുന്നു. സാർ സത്യം പറഞ്ഞെങ്കിൽ ഞാൻ പോകുന്നത് എനിക്ക് ലാസ്റ്റ് ടൈം കഴിയാതായിരുന്നു. സാർ എൻ്റെ ഒക്കെ എന്നെ ഉണ്ടായിരുന്നു സത്യം പറഞ്ഞെങ്കിൽ. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. നല്ല എൻജോയ് ആക്കി സത്യം പറയാം. ഞാൻ ടൂർ ഒരിക്കലും മറക്കില്ല, അത്രയും നല്ല ടൂർ എനിക്ക് കിട്ടിയിനി. അപ്പോൾ ആകെ കൂടി ഇപ്പോൾ ശരിക്കും മിസ്സായെന്നുണ്ടെങ്കിൽ സ്കൂളിൽ ഫെയർവെൽ കിട്ടിയിട്ടാ, അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ മിസ്സായത്. പിന്നെ പോലെ തന്നെ ശരിക്കും വിഷമമായിരുന്നു, നല്ല വിഷമമായിരുന്നു സത്യം പറയാം. പിന്നെ അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ എക്സാം, ഇന്നത്തോടെ എക്സാമും കഴിഞ്ഞ്. അപ്പോൾ ഇന്ന് ലാസ്റ്റ് എക്സാമാണ് ഉണ്ടായത്. സോ അപ്പോൾ ഈ ഒരു CHS ചെമ്മനാട് എന്ന് പറഞ്ഞിട്ടുള്ള ഫ്ലൈറ്റ് കഴിഞ്ഞു, ഇന്നത്തോടെ എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇന്ന് ലാസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇന്നൊരു ഹോളി ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞെങ്കിൽ ഹോളി പരിപാടി ഉണ്ടായിരുന്നു. സോ ഞാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊക്കെ കിട്ടിയതുപോലെ ഞാൻ തോന്നിച്ചു. ശരിക്കും ഞാൻ വിചാരിച്ചില്ല ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടാവും, ഞാൻ വിചാരിച്ചില്ല, എനിക്കറിയില്ലായിരുന്നു. ലൈക്ക് ഞാൻ ഗ്രൂപ്പ് ഒരു ദിവസം മറ്റേ നോക്കിയില്ലായിരുന്നു. അപ്പോൾ അതിലെന്തോ പറഞ്ഞിനെന്നാണ് പറയുന്നത്, എനിക്ക് അറിഞ്ഞിട്ടില്ലായിരുന്നു. ബിക്കോസ് എനിക്ക് അവിടെ പോയപ്പോഴാണ്, എനിക്ക് ഏറെ കിട്ടുമ്പോഴാണ് എനിക്കറിയുന്നത് അങ്ങനെ ഒരു പരിപാടി അവിടെ ഉണ്ടായിരുന്നു എന്ന്. അവർ മുന്നേ പ്ലാൻ ചെയ്തിരുന്നു എന്നൊക്കെ എനിക്കറിയുന്നത് അപ്പോഴാണ്. സോ റിയലി മിസ് യു ഗൈസ്. ഞാൻ ശരിക്കും നിങ്ങളെല്ലാം മിസ്സാവും. സോ എനിക്കിപ്പോൾ കോളേജ് ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല, ഞാൻ പോകുമെന്ന് എനിക്കറിയില്ല, ഞാൻ ഇതുവരെ അതിനെക്കുറിച്ച് ഫിക്സ് ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ എങ്ങനെ ഒന്നും എനിക്കറിയില്ല സത്യം പറഞ്ഞെങ്കിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ ഇത് നോക്കുന്നുണ്ടെങ്കിൽ അവരും കമൻറ്റ് ചെയ്യുക. പിന്നെ ശരിക്കും പറയാൻ എനിക്ക് പ്ലസ് ടുവിലൊരു ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ഫിസ, പിന്നെ ഇർഫാന, റാണിയ, അബ്സത്ത്, പിന്നെ സലാബിയ, അന്നത്ത് എന്നുള്ള പണ്ടിങ്ങനെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഞാൻ ശരിക്കും പറയാം ഗൈസ്, നിങ്ങളെല്ലാം ഞാൻ മിസ് ചെയ്യും, ഒരുപാട് മിസ് ചെയ്യും. പിന്നെ സന ഉണ്ടായിരുന്നു, സന റിയലി മിസ് യു. കാരണം എനിക്ക് കുറേ സിറ്റുവേഷനിൽ ലൈക്ക് എൻ്റെ ഒക്കെ നിന്നൊരു വ്യക്തിയാണ് സന എന്ന് പറഞ്ഞെങ്കിൽ. തളർന്നു പോയ നിമിഷങ്ങളിലും തകർന്നു പോയ നിമിഷങ്ങളിലും കൂടെ നിർത്തിയ ഒരു ഫ്രണ്ടാണ് സന. ഏത് പാതിരാത്രിയും വിളിച്ചാൽ ഫോൺ എടുക്കുകയും ലൈക്ക് എനിക്ക് എന്ത് സംസാരിക്കാനുള്ള സ്പേസ് തന്ന ഒരാളാണ് സന. അതേപോലെ തന്നെ ഫിസാവും. താങ്ക് യു സോ മച്ച്. കാരണം എനിക്ക് ഭയങ്കര സപ്പോർട്ടായിട്ട് നിന്ന ഒരാളാണ് ഫിസ. ഞാൻ നിന്നെ ശരിക്കും മിസ് ചെയ്യും, ഞാൻ സത്യം പറയാം, ഞാൻ നിന്നെ ശരിക്കും മിസ് ചെയ്യും. സോ അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.